ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സച്ചി നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിക്കൊണ്ട് മെഡിക്കൽ ഷോപ്പ് പോയിട്ട് മരുന്ന് മേടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് പോലീസുകാര് ആ വണ്ടി കാണുകയാണ് നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തത്. സച്ചി അവിടെ ബോർഡ് കാണാതെ പാർക്ക് ചെയ്തതാണ്. ഒരു കസ്റ്റമറിനെ അവിടെ കൊണ്ടുവിട്ടതിന് ശേഷം മെഡിസിൻ മേടിക്കുക എന്ന് വിചാരിച്ചിട്ട് പോയതാണെന്നൊക്കെ ആ പോലീസുകാരന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു രീതിയിലും അതൊന്നും സമ്മതിക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. നിയമം പോലെ തന്നെ പാലിക്കണം, നിനക്ക് നിയമങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തത്, നിന്നെയൊക്കെ നിയമം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ഈ കുപ്പായിട്ട് നടക്കുന്നതെന്നൊക്കെയാണ് പോലീസുകാരൻ അരുൺ പറയുന്നത് കേട്ടോ. ഈ അരുൺ എന്ന് പറയുന്നവനെ തന്നെയാണ് നമ്മുടെ ദേവു സ്നേഹിക്കുന്നതും. സച്ചിയും അതുപോലെ അരുണും തമ്മിൽ ഇനി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇത്തവണ സച്ചിയുടെ അടുത്ത് അച്ഛന്റെ പേര് ചോദിച്ചിട്ട് നിന്റെ അച്ഛന്റെ വകയാണോടാ ഈ റോഡ് എന്നൊക്കെ ചോദിച്ച് സച്ചിയെ വെറുതെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. സച്ചി ഓൾറെഡി അറിയാതെ ചെയ്തു പോയതാണ്, തെറ്റ് ചെയ്തു, ഫൈൻ അടിക്കാൻ വേണ്ടിയിട്ട് താൻ തയ്യാറാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. പക്ഷെ അരുൺ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സച്ചിയുടെ അടുത്ത് സംസാരിക്കുന്നത്. അച്ഛനെ വിളിക്കുന്നത് കേൾക്കുന്നതോട് കൂടിയിട്ട് സച്ചിയുടെ കാലിപ്പങ്ങ് വരുവാണ് കേട്ടോ. സച്ചി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അയാളുടെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിക്കുവാണ്. നീ എന്റെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിക്കാനായോടാന്നൊക്കെ ചോദിച്ചിട്ട് അവിടുന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ആൾക്കൂട്ടൊക്കെ വരുന്നുണ്ട്. സാറിന്റെ അടുത്ത് ഞാൻ മലയാളത്തിൽ പറഞ്ഞതല്ലേ, ഇവിടെ ഞാൻ അറിയാതെ പാർക്ക് ചെയ്തു പോയതാണ്, അതിന് ഫൈൻ അടയ്ക്കായെന്നും. പക്ഷെ സാർ എന്റെ അച്ഛനെ വിളിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ അങ്ങോട്ട് സച്ചിയും ചോദിക്കുന്നുണ്ട്. അവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മനഃപൂർവ്വം പോലീസുകാർ തന്നെ അരുണിന്റെ അടുത്ത് പറയുന്നുണ്ട്, സാർ അവിടെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, സച്ചിയെ പിടിച്ച് വണ്ടി കയറ്റാനും അതുപോലെ തന്നെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ അരുൺ മറ്റുള്ള പോലീസുകാരുടെ അടുത്ത് പറയുന്നത്. സച്ചി പോലീസ് സ്റ്റേഷനിലാണെന്നുള്ള കാര്യം നമ്മുടെ രേവതി അറിയുന്നുണ്ട്. സച്ചിനെ പോലീസ് പിടിച്ചു എന്നുള്ള കാര്യം കേട്ട ഉടനെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഓടി പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട് കേട്ടോ. കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നോ പാർക്കിങ്ങിൽ സച്ചി പാർക്ക് ചെയ്തു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് കേൾക്കുന്നത്. അത് തെറ്റായതുകൊണ്ട് തന്നെ താൻ ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. പക്ഷെ ആ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ വെറുതെ എന്റെ അച്ഛനെ വിളിച്ചു എന്നുള്ള കാര്യം പറയാണ്. സച്ചിയേട്ട ഓൾറെഡി ഒരു പ്രശ്നം കഴിഞ്ഞതേ ഉള്ളൂ, അതിന്റെ ഇടയ്ക്ക് സച്ചിയുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1000 തവണ പറഞ്ഞതല്ലേ, വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ രേവതി. ഞാൻ തെറ്റ് ചെയ്തു, അത് സമ്മതിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അയാളാണ് എന്റെ അടുത്തേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നത് എന്ന് കരുതിയിട്ട് സച്ചേട്ടൻ എന്തിനാ അയാളുടെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിച്ചത്? പിന്നെ എന്റെ അച്ഛനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുവോ? അത് ഏതവനാണെന്നുണ്ടെങ്കിലും അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ സച്ചിൻ ദേഷ്യത്ത് പറയുന്നുണ്ട്. ഇത് തന്നെയാ സച്ചേട്ടന്റെ കുഴപ്പം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ദേഷ്യപ്പെട്ടിട്ട് അവരുടെ നെഞ്ചത്തോട്ട് കയറിക്കോ. രേവതി, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നിന്റെ അടുത്ത് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നോളാം, നീ പോവാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയെ പറഞ്ഞാക്കി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ രേവതിയാണെന്നുണ്ടെങ്കിൽ പോകില്ല, സച്ചേട്ടൻ വന്നിട്ട് മാത്രമേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുവാണ്. നീ എന്നെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? രേവതി, ഞാൻ തന്നെ ഭയങ്കര ദേഷ്യത്തിലുള്ളത്, വെറുതെ എന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടി നിൽക്കണ്ട, പൊക്കോ എന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും പാർക്ക് ചെയ്തത് കൊണ്ടല്ലേ അവരവരുടെ ജോലി ചെയ്തത്? ഏത് തന്തയ്ക്ക് വിളിക്കുന്നതാണോ അവരുടെ ജോലി? വെറുതെ രേവതി, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോ. രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും അവിടേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട് എന്താ ഇവിടെ ഒരു തർക്കം ചോദിക്കുന്നുണ്ടേ. സർ, ഇവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ, ഇവരെ വെറുതെ വിടണമെന്ന് രേവതി അവരുടെ അടുത്ത് അപേക്ഷിക്കുന്നുണ്ട്. അതൊക്കെ ഇൻസ്പെക്ടർ സാർ വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്നാ പറയുന്നത്. ഇൻസ്പെക്ടർ സാർ എപ്പോഴാ വരാതെന്നുള്ള കാര്യമൊന്നും അറിയില്ല, നിങ്ങളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാരൻ പറയുന്നുണ്ട്. സർ, ഈ കേസിന് എന്ത് ശിക്ഷ കിട്ടുക എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. രേവതി, നീയൊന്ന് പോവാൻ വേണ്ടി നോക്കുന്ന സച്ചി പറയാണ്. ഞാൻ സാറടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ, സച്ചിയുടെ മിണ്ടാതിരിക്കുന്നു പറയാണ്. ജയിൽവാസം കിട്ടും, ചുമ്മാ വെറുതെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കാതെ അവിടെ എങ്ങാനും പോയി ഇരിക്കുമെണ്ണ എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാർ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോകണോ? നീ പോവാൻ വേണ്ടി നോക്കുന്ന രേവതി എന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും പറഞ്ഞയക്കാൻ വേണ്ടി നോക്കുമ്പോ ഇല്ല, ഒന്നെങ്കിൽ സച്ചിയേട്ടൻ വന്നിട്ട് ഞാൻ പോകുള്ളൂ, സച്ചിയേട്ടൻ ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഞാനും ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ ഇരിക്കുവാണേ. അതേസമയം തന്നെയാണ് നമ്മുടെ ശ്രുതിയും അതുപോലെ സുധിയും കൂടി ചേർന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, അവരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ചിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ ഫുട്ടേജ് എടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരുമായിട്ട് ചെല്ലണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന് പോലീസുകാരെ കൂട്ടിക്കൊണ്ടുപോകാനൊക്കെയാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, എത്ര നാളായി നമ്മുടെ കേസ് കൊടുത്തിട്ട് ഇതുവരെ ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല, എന്തിന് ഒരു ചെറിയ മറുപടി പോലും നമുക്ക് ഇതുവരെ അവർ തന്നിട്ടില്ല, കേസ് കണ്ടുപിടിച്ചിട്ടോ ഒന്നുമില്ല. അതിന് ശ്രുതി, നമ്മുടെ കേസ് മാത്രമല്ലല്ലോ, അവർക്ക് 100,000 കേസുകൾ ഉണ്ടാവല്ലോ എന്ന് ശ്രുതി പറയുന്നുണ്ട്. എന്ന് കരുതിയിട്ട് നമ്മുടെ കേസ് അന്വേഷിക്കാതിരിക്കുകയാണോ വേണ്ടത്? എന്തായാലും ഞാൻ ഇന്നൊരു പുതിയ സ്ട്രാറ്റജിക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ്.
നീ വാ, സാധാരണ പോലെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കയറി വരുമ്പോഴാണ് സച്ചിയും രേവതിയും അവിടെ ഇരിക്കുന്നത് ശ്രുതിയും ശ്രുതിയും കാണുന്നത്. കയറി വരുമ്പോ തന്നെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും കണ്ടല്ലോ. ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇവൻ എന്താ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന്, അല്ലെങ്കിലും നിന്റെ അനിയനെ ഇവിടെ വന്നിരിക്കുന്നത് എന്താ പുതിയതായിട്ടുള്ള കാര്യമാണോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശ്രുതി ചിരിച്ചുകൊണ്ട് ഒരു പോലീസുകാരന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇവനെ സാർ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണോ എന്നുള്ള കാര്യം അത് ചോദിക്കാൻ വേണ്ടിയിട്ട് താൻ ആരാ എന്ന് ശ്രുതിയുടെ അടുത്ത് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. സാർ ഞാൻ അവന്റെ ഏട്ടനാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഓ, നിങ്ങളുടെ അനിയന് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി വന്നതാണോ എന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോ, അയ്യോ സാർ, ഇവൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 കേസും കൂടി എന്റെ മേലെ ചാർജ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇടാൻ വേണ്ടിയിട്ടേ പറയുള്ളൂ എന്ന് സച്ചി. സമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പോലീസുകാരന്റെ അടുത്ത് എന്താണ് കേസ് എന്നറിയാനുള്ള ഭയങ്കര ആകാംക്ഷയിലാണ് കേട്ടോ. പോലീസുകാരനെ അടിക്കാൻ വേണ്ടിയിട്ട് കയ്യൊങ്ങി എന്ന് പറയാണേ. ഇവൻ അതല്ല അതിന്റെ അപ്പുറം ചെയ്യും, നാട്ടിൽ ഇവൻ അടിക്കാത്ത ആരുമില്ല സർ, കുറച്ച് നാളത്തേക്ക് അവനെ ജയിലിലിടണം, എന്നാൽ മാത്രമേ അവനൊക്കെ തിരുത്തുള്ളൂ എന്നുള്ളൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തിൽ എണീക്കുകയാണ് കേട്ടോ. ശ്രുതി, നിന്റെ ഭർത്താവ് എന്ത് വർത്താനായി പറയുന്നത്? അവരുടെ അനിയനെയാണോ പിടിച്ച് ജയിലിലിടാൻ വേണ്ടിയിട്ട് പറയുന്നത്? തെറ്റ് ചെയ്യാതെ ആരും ഇവിടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, അവർ ചെയ്ത തെറ്റ് എന്താന്നുള്ള കാര്യം അതുപോലെ അവിടെ നടന്ന സംഭവം എന്താന്നുള്ള കാര്യം നിനക്കറിയോ? വെറുതെ കൂടുതൽ സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ദേഷ്യപ്പെടുവാണേ. സച്ചിയാണെങ്കിൽ, രേവതി നീ അവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, നീ മിണ്ടാതെ വിടങ്ങാൻ ഇരിക്കുമെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുന്നുണ്ട്. നിങ്ങളുടെ കുടുംബ പ്രശ്നം തീർക്കുവാണോ ഇവിടെ നിന്നുകൊണ്ട് എന്നാണേ. അയ്യോ സാർ, ഞാൻ അതിനൊന്നും വേണ്ടിയിട്ട് വന്നതല്ല, ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ കാര്യങ്ങൾ ഏതുവരെ ആയി എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്നാണ് പറയുന്നത്. എന്ത് കേസാണെന്ന് പോലീസുകാരൻ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ തിരിച്ച് പോലീസുകാരുടെ അടുത്ത് നോക്കിയാണ്, എന്താ കേസ് എന്നുള്ള കാര്യം പോലും അറിയില്ലേ, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഏതുവരെ ആവാനാണ്? എടോ, ഇവിടെ 100,000 കേസുകൾ ഒരു ദിവസം വരുന്നുണ്ട്, അതിൽ ഏതാന്ന് വിചാരിച്ചിട്ടാണ്. ഉടനെ ശ്രുതി ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സാർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ ഒരുത്തൻ പറ്റിച്ചോണ്ട് പോയി, അതിന്റെ കാര്യത്തെ കുറിച്ചാണെന്ന്. സാർ, അവൻ പറ്റിച്ചോണ്ട് പോയതല്ല, ഇവര് ചെന്നിട്ട് പറ്റിക്കപ്പെട്ടതാണെന്ന് സച്ചി അവിടെ നിന്ന് ഇങ്ങനെ പറയുകയാണേ. അത് നിന്റെ അടുത്ത് സച്ചി ആരെങ്കിലും ചോദിച്ചോ എന്ന് ശ്രുതി തിരിച്ച് സച്ചിയുടെ അടുത്ത് ചോദിക്കുവാണേ. ശ്രുതി, അവന്റെ കാര്യം വിട് സാർ, അമ്പലത്തിൽ വെച്ചിട്ട് ഒരാളുടെ CCTV ഫുട്ടേജിനകത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോലീസുകാർക്ക്. അവർ ആ കേസ് എന്തായി, അതുപോലെ തന്നെ അദ്ദേഹത്തെ കണ്ടുപിടിച്ചോ എന്നൊക്കെയാണ് കേട്ടോ ശ്രുതി ചോദിക്കുന്നത്. അതൊക്കെ ഇൻസ്പെക്ടർ വന്നിട്ട് ചോദിക്കണം. അദ്ദേഹം എപ്പോ വരുന്ന ചോദിക്കുമ്പോൾ കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ അങ്ങ് പോകുന്നുണ്ട്. അയാളുടെ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ കുറച്ച് സമയം ആവുമല്ലോ എന്നുള്ള കാര്യം ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. അവരെ ശ്രുതി എങ്ങനെ ഡീൽ ചെയ്യേണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം, നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ആ സംസാരിച്ച പോലീസുകാരന്റെ അടുത്തേക്ക് ചെല്ലുവാണേ. സാർ, ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് മാറി നിൽക്കോ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട്, സാർ ഞാൻ പറഞ്ഞ ഉടനെ തന്നെ ഇൻസ്പെക്ടർ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുകയും അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ചെവിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ശ്രുതിയുടെ കാരണം നോക്കിയിട്ട് ഒന്ന് പൊട്ടിക്കുവാണേ. നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന് അടിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ശ്രുതി അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അടിക്കാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇൻസ്പെക്ടർ എങ്ങാനും ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ഇദ്ദേഹത്തിന് ഉള്ളിലിടും, അങ്ങോട്ടെങ്ങാനും മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അയാൾ പോയിട്ട് അയാളുടെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഉടൻ തന്നെ ശ്രുതിയാണെങ്കിൽ എന്താ പോയി ചോദിച്ചതെന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും ശ്രുതി മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. മേലെ എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്, നിന്നെ അടിച്ചു കൊന്നു കളയുന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ഇത് കേട്ട അടുത്തുള്ള വേറൊരു പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ പൊതുവെ അയാൾ അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളൊന്നും അല്ല. സാർ എന്താ ഇങ്ങനെ അവനെ അടിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ആ പോലീസുകാരന്റെ അടുത്തും മറ്റേ പോലീസുകാരൻ ശ്രുതി ചോദിച്ച ആ കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനും ഓഹോ ഇവൻ ഇങ്ങനെയാണല്ലേ ചോദിച്ചത്, നീ ഇന്നെ ഉണ്ടല്ലോടാ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവനും അടിക്കുവാണേ. അങ്ങനെ 3-4 പോലീസുകാർക്ക് ആ കാര്യങ്ങൾ അറിയുകയും ശ്രുതിയെ ഇങ്ങനെ മാറി മാറി അടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ശ്രുതി ചോദിച്ചത് എന്തോ വലിയ തെമ്മാടത്തിനാണെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇനി നിന്നെ ഈ കേസ് പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാവിട്ടി കൂട്ടിക്കളയെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പറഞ്ഞു വിടുവാണ്. പുറത്തിറങ്ങിയതിന് ശേഷം ശ്രുതി ചോദിക്കുന്നുണ്ട്, അതിന് മാത്രം എന്താണ് ശ്രുതി നീ അവരുടെ അടുത്ത് പറഞ്ഞത് എന്ന്. ശ്രുതിക്ക് ഒരു നിവർത്തിയില്ലാതെ ആ കാര്യത്തെ കുറിച്ച് ശ്രുതിയുടെ അടുത്ത് പറഞ്ഞു കേൾക്കുമ്പോ, നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണെ. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതിന് ശേഷം സച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ അറിയുന്ന ഒരു പോലീസുകാരുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുകയാണെ അവൻ എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം. അങ്ങനെ സച്ചിക്ക് ചെവിയിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കേട്ടെന്ന് മുതൽ സച്ചി ഭയങ്കര ചിരിയാണ്. അതിനുശേഷം അങ്ങോട്ടേക്ക് ഇൻസ്പെക്ടർ വരികയും സച്ചിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സച്ചി, ആ അരുൺ എന്ന് പറയുന്ന ആള് അവിടേക്ക് വരുന്നതിന് മുമ്പായിട്ട്, അരുണാണെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് നമ്മുടെ ദേവുവിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതും മീറ്റ് ചെയ്യുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ഇൻസ്പെക്ടർ എടുത്ത് പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. സർ, ഞാൻ തെറ്റ് ചെയ്തു, അത് ഞാൻ സമ്മതിച്ചതുമാണ്. തെറ്റ് ചെയ്തതിന് അദ്ദേഹത്തിനോട് മാപ്പും പറഞ്ഞതാണ്, അറിയാതെ തെറ്റ് പറ്റി പോയെന്നും പറഞ്ഞു. അതിന് പണം കിട്ടേണ്ടതെന്ന് വെച്ചാൽ അത് കെട്ടാന്നുള്ള കാര്യം താൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹമാണ് എന്റെ അച്ഛനെ വിളിച്ചത്, അദ്ദേഹത്തിന് അതിന്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, വെറുതെ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. എന്റെ അച്ഛനെ വിളിച്ചത് ആരാണെന്നുണ്ടെങ്കിലും അത് പോലീസുകാരനാണെങ്കിലും ശരി, ഞാൻ അദ്ദേഹത്തെ കൈവയ്ക്കും സാർ എന്നുള്ള കാര്യം ഇൻസ്പെക്ടർ അടുത്ത് പറയാണ്. അങ്ങനെ പോലീസുകാരല്ല, ആരെ കൈവയ്ക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല.
പോലീസുകാരന്റെ ഭാഗത്തുനിന്ന് തെറ്റുള്ളതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ വിടാന്ന് പറയാണേ. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം അരുൺ എന്ന് പറയുന്ന ആ പോലീസുകാരന്റെ അടുത്ത് ഇൻസ്പെക്ടർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സച്ചി ഓൾറെഡി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അരുണാണെങ്കിൽ ഇല്ല സാർ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തനിക്ക് ആരാണോ പോലീസ് കുപ്പായ ഇട്ടിട്ട് അവനെ അച്ഛനെ വിളിക്കാനുള്ള അധികാരം തന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇൻസ്പെക്ടറും ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്നുള്ള കാര്യം എഴുതി കൊടുത്തിട്ട് അതിന്റെ ഫൈനും കെട്ടിയിട്ട് സച്ചിയുടെ അടുത്ത് പൊക്കോളാൻ വേണ്ടി പറയാണ്. പുറത്ത് വെച്ച് അരുൺ അത് വലിയൊരു അപമാനമായിട്ട് തോന്നുകയാണ് കേട്ടോ. അവന്റെ ഷർട്ടിന്റെ കോളറിൽ കൈ പിടിച്ചിട്ട് അവനെ ഇൻസ്പെക്ടർ ശാസിക്കുന്ന രീതിയിലായല്ലോ കാര്യങ്ങള്. അതുകൊണ്ട് തന്നെ സച്ചിയുമായിട്ടുള്ള പക അവിടെ തുടങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത്. പുറത്തിറങ്ങിയതിനു ശേഷം രേവതിയും ചോദിക്കുന്നുണ്ട്, സുധി എന്ത് കാര്യമാണ് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞതെന്ന്. സച്ചിയാണെന്നുണ്ടെങ്കിൽ അത് രേവതിയുടെ അടുത്ത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ഏട്ടൻ പോയി ചോദിച്ചു നോക്കുമ്പോൾ അതേ രേവതി അവൻ അതല്ല അതിന്റെ അപ്പുറം പോയി ചോദിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വീട്ടിലെത്തുവാണേ. വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം സച്ചിയാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. രേവതി സച്ചിയുടെ മേലെ തെറ്റൊന്നുമില്ല. നോ പാർക്കിങ്ങില് സച്ചി വണ്ടി പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്തതാണ്. പക്ഷെ അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ മോശപ്പെട്ട രീതിയിൽ സച്ചിയുടെ അടുത്ത് സംസാരിച്ചു. അതുകൊണ്ടാണ് സച്ചിയുടെ കോളറിൽ കയറി പിടിച്ചതെന്ന് പറയുവാണേ. അത് കഴിഞ്ഞിട്ട് അച്ഛാ വേറൊരു രസം ഉണ്ടായി. ഇന്ന് സുധിയും അതുപോലെ ശ്രുതിയും കൂടി അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. തെറ്റൊന്നും ചെയ്യാതെ എന്നെ പോലീസുകാര് വെറുതെ വിട്ടു. എന്നാ അവന്റെ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോയ സുധിയെ പോലീസുകാരിട്ട് പെരുക്കി എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ഇവൻ പിന്നെ തെറ്റ് ചെയ്തതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചോണ്ട് പോയത്. നിന്റെ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോയേ നിന്നെ എന്തിനാണ് പോലീസുകാർ അടിച്ചതെന്നൊക്കെ നമ്മുടെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതി പറയുന്നത്, ആന്റി കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോയതുകൊണ്ടല്ല അടി കിട്ടിയത്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശ്രുതി പോയി ചോദിച്ചു അതുകൊണ്ടാണ്. അങ്ങനെ എന്ത് കാര്യമാണ് നീ പോയി ചോദിച്ചു എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോൾ അതങ്ങനെ പറയാൻ കൊള്ളുന്നതല്ല എന്ന് പറയാണ്. പക്ഷെ രവിയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവൻ ചോദിച്ചതെന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സച്ചി രവിയുടെ അടുത്ത് പറഞ്ഞ കേട്ട ഉടനെ രവി തന്നെ പോയിട്ട് സുധിക്കിട്ട് ഒന്ന് കൊടുക്കുകയും നീയൊക്കെ എന്തിനാടാ പഠിച്ചതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് പോകുന്നുണ്ട്. എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിക്ക് ഭയങ്കര ആകാംക്ഷയാണ്. പക്ഷെ പറയാൻ കൊള്ളുന്നതാണെങ്കിൽ നിന്റെ അടുത്ത് പറയില്ലേ ചന്ദ്ര എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് അങ്ങ് പോവാണ് കേട്ടോ രവി ചെയ്യുന്നത്. ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവൻ ചോദിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആർക്കും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അത്രയും വൃത്തികെട്ട എന്തോ കാര്യമാണ് നമ്മുടെ സുധി ചോദിച്ചത്.